വീടിന്റെ ഗൃഹപ്രവേശം അതും നടത്താൻ പറ്റിയ സമയം ഏത് തന്നെയാ നല്ലത്? പ്രഭാതം തന്നെയാണ്. ഇപ്പൊ ചില ആളുകൾ പറയും, വീട് നമ്മൾ രാത്രി ഉറങ്ങാനുള്ളതല്ലേ, അപ്പൊ രാത്രിയല്ലേ വീട്ടിൽ കൂടേണ്ടത്. അതൊരു ന്യായീകരണം മാത്രമാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉള്ളത് പ്രഭാതത്തിൽ തുടങ്ങുന്നതിനാണ് ദുആ. അതുകൊണ്ട് ആ പഴമക്കാരൊക്കെ സുബഹിക്കാണ് ഗൃഹപ്രവേശം നടത്തുക. അങ്ങനെ സുബഹി സമയത്ത് നേരത്തെ തന്നെ വീട്ടിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തി നമ്മൾ വീടിന്റെ ഉദ്ഘാടനം നടക്കുന്നു. അങ്ങനെ വീട് നിർമ്മാണം കഴിഞ്ഞ് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ആ വീട്ടില് നമ്മളതാ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ആ വീടിന്റെ ഭരണം, ആ വീടിന്റെ നിയന്ത്രണമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, വീട് എന്നത് കുടുംബത്തിന്റെ പാർലമെന്റാണ്. ഈ പാർലമെന്റിന് ഒരു പ്രസിഡന്റും ഒരു പ്രധാനമന്ത്രിയും ഉണ്ട്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മർഉ റാഇൻ അലാ അഹ്ലി ബൈത്തിഹി. ഓരോ വീട്ടിലെയും ഗൃഹനാഥൻ, അവിടുത്തെ പുരുഷൻ, അവിടുത്തെ പിതാവ്, ആ കുടുംബത്തിന്റെ മൊത്തം വീട്ടുകാരുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളുമുള്ള അതിന്റെ തലവനാണ്. അയാൾക്കാണ് അവിടുത്തെ ഭരണ ചുമതല, ആ വീട്ടുകാരുടെ മൊത്തം ഭരണ ചുമതല. അയാളെ നമുക്ക് വീടിന്റെ പ്രസിഡന്റായി കാണാം. ആ വീട്ടുകാരെ ഏത് വിഷയത്തിലും തീരുമാനമെടുക്കുകയും അവരെ മുഴുവനും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് വീട്ടിന്റെ ഉടമസ്ഥനായ അവിടുത്തെ പിതാവാണ്, അവിടുത്തെ ഗൃഹനാഥനാണ്. എന്നാൽ ഇനി ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് അവിടെ അവരോധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽ മർഅതു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹാ വ വലദിഹി. വീട്ടിലെ സ്ത്രീ അഥവാ ഉമ്മ, അവരാണ് വീടിന്റെ ഭരണാധികാരി. വീട്ടുകാരെ ഭരിക്കേണ്ടത് ആരാന്നാ നേരത്തെ പറഞ്ഞത്? അവിടുത്തെ പുരുഷനാണ്. എന്നാൽ വീട് ഭരിക്കേണ്ടത് ആരാ? അത് അവിടുത്തെ ഉമ്മയാണ്, അവിടുത്തെ ഭാര്യയാണ്, അവിടുത്തെ സ്ത്രീയാണ്. അതോടൊപ്പം അവർക്ക് ഭരിക്കാൻ ഒരു ടീമിനെയും കൂടി അല്ലാഹു കൊടുത്തു, വലദിഹി. ആ ഉമ്മാക്ക് തന്റെ ഭർത്താവിലൂടെ ഉണ്ടായ മക്കൾ, ആ കുട്ടികളെയും ഉമ്മ ഭരിക്കാം. ബാക്കിയുള്ളവരെ ഉമ്മ ഭരിക്കാൻ നിന്നാൽ അവർ വഴങ്ങൂല. അങ്ങനെയാണ് പ്രകൃതി, അതാണ്. അപ്പൊ ഉമ്മാക്ക് ഭരിക്കാനുള്ളത് വീടും ആ വീട്ടിലെ മക്കളുമാണ്. ഈ രണ്ട് വിഭാഗവും വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയുകയും അവരുടെ ഇടപെടലുകൾ സജീവമാക്കുകയും ചെയ്താൽ നേരത്തെ അള്ളാഹു പറഞ്ഞ ശാന്തി നിറഞ്ഞു നിൽക്കുന്ന ഭവനങ്ങളായി നമ്മുടെ വീട് മാറും. ഒന്നാമതായി വീട്ടിന്റെ ഭരണാധികാരി നമ്മൾ പറഞ്ഞു, അത് ഉമ്മയാണ്. ആ ഉമ്മാക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലിയുണ്ട്. നല്ല ഒരു വീട്, ആ വീട്ടിൽ നിന്നാണ് നല്ല സമൂഹത്തെ നമ്മൾ സംസ്കരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും നല്ല കുടുംബമാകുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. അതിനുവേണ്ടി വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉമ്മമാര് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന്, വീട് എന്നത് നമ്മുടെ സമാധാനത്തിന്റെ കേന്ദ്രമായി മാറണമെങ്കിൽ ആദ്യമായി നല്ല വൃത്തിയും ശുദ്ധിയും എല്ലാവരുടെ വീടിനും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ്? വൃത്തിയില്ലാത്ത അന്തരീക്ഷം, ആ അന്തരീക്ഷം തന്നെ നമ്മളെ സമാധാനം കെടുത്തും. നിങ്ങൾ നോക്കൂ, നമ്മൾ നല്ല ഒരു ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് ഒരു KSRTC ബസ്സിലോ മറ്റോ കയറി ഒന്ന് ചാരി, അപ്പോഴാരൊന്നും പറഞ്ഞു പുറത്തെന്താ ആയത്, സുബ്ഹാനല്ലാഹ്. ഇനി അന്ന് അയാൾക്ക് ആ ഡ്രസ്സ് മാറാതെ ടെൻഷൻ തീരുവോ? നമ്മൾ കാണുന്നൊന്നുമില്ല, എന്നാലും പുറത്തങ്ങനെ എന്തോന്നുണ്ട് എന്ന് തോന്നിയാൽ മതി, വല്ലാത്ത ടെൻഷനായി. വൃത്തികേട് എന്നത് മനുഷ്യന്റെ മനസ്സിനെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല നിങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത്, വൃത്തി എന്ന് പറയുന്നത് അത് മനുഷ്യന് സമാധാനം തരും, അവന്റെ ടെൻഷൻ അകറ്റും. ആ വൃത്തികേട് നമ്മുടെ വീട്ടിൽ ഉണ്ടായി പോകരുത്. അതിന്റെ കൂടെ വൃത്തിഹീനമായ ചുറ്റുപാട് വീട്ടിലുണ്ടായാൽ ആ വീട്ടുകാരുടെ ആരോഗ്യത്തിന് തകരാറ് പറ്റുകയും അത് വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യും.
നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വീട്ടിൽ ഒരംഗമെങ്ങാനും സുഖമില്ലാത്തതുണ്ടായാൽ ആ വീട്ടുകാർക്ക് മൊത്തം ടെൻഷനായില്ല. ഏതെങ്കിലും ഒരു കുട്ടിക്ക് സുഖമില്ലെങ്കിൽ വല്ല സമാധാനവും നമുക്കുണ്ടോ? ഇല്ല. അപ്പൊ നല്ല ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന വീടായി മാറണമെങ്കിൽ ആ വീട് എപ്പോഴും വൃത്തിയും ശുദ്ധിയും ഉള്ളതായിരിക്കണം. എങ്ങനെയാണ് വീട് വൃത്തിയാക്കേണ്ടത്? നമുക്കതിന്റെ മുൻഭാഗം മുതൽക്ക് തുടങ്ങാം. ഒരു വീടിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ മുൻഭാഗമാണ്. ആ മുൻഭാഗത്തേക്ക് ഒരാൾ വന്ന് ഒന്ന് തലങ്ങും വിലങ്ങും നോക്കിയാൽ അയാൾക്ക് പറയാൻ കഴിയും ഈ കുടുംബത്തിന്റെ സാംസ്കാരിക നിലവാരം എത്രമാത്രമുണ്ട്, ഈ കുടുംബത്തിന്റെ അച്ചടക്കം എത്രമാത്രമുണ്ട്, ഇവരുടെ സ്വഭാവം ഏതു വിധത്തിലാണ്. അല്പം മനഃശാസ്ത്രപരമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു വീടിന്റെ മുഖത്ത് വന്ന് അതിന്റെ മുൻവശത്ത് വന്നൊന്ന് നോക്കിയാൽ ആ വീട്ടുകാരുടെ നിലവാരം പറയാൻ കഴിയും. വിവാഹാന്വേഷണത്തിന് വരുന്നത് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അയൽവാസികളോടൊന്നും ചോദിക്കണ്ട, അവിടെ നിന്നിങ്ങനെ നോക്കിയാ ഇവിടുത്തെ പാത്തുമ്മ എങ്ങനെയുണ്ട്, ഇവിടുത്തെ കുട്ടികളുടെ സ്വഭാവം എന്താണ്, ഇവിടുത്തെ ആളുകളുടെ രീതി എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്താ കാരണം? അടുക്കും ചിട്ടയും വൃത്തിയും ശുദ്ധിയും. ഇത് നമ്മുടെ നല്ല സമൂഹ സൃഷ്ടിക്ക്, നല്ല കുടുംബ സംവിധാനത്തിന് അനിവാര്യമായൊരു ഗുണമാണ്. ഇന്ന് നാം ഒരു വീടിന്റെ മുൻവശത്തേക്ക് ചെന്നാൽ എന്തൊക്കെയാണ് നമ്മൾ അവിടെ സ്വാഗതം ചെയ്യുന്നത്? നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് പലതുമാണ്. പ്രധാനമായും റോഡ് പോലും ഇല്ലാത്തവരും ഇന്ന് കാറ് നിർത്താനുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ടാവും. റോഡില്ല, എന്നാലും കാറ് നിർത്തിയിട്ടാണ് ഇത് വീടുണ്ടാക്കി. കാറില്ലാത്തത് കൊണ്ട് അവിടെ എന്തിനാ നിർത്തിയിടുക? അധിക ആളുകളും ഒരു 2 ലോഡ് ചിരട്ടയും ചകിരിയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നടക്കും. വീട്ടിന്റെ മുൻവശത്ത് ചെന്നാൽ അതാ കാഴ്ച. അവിടെ എല്ലാ ജാതി ഹിംസ്ര ജന്തുക്കളും ഇഴജീവികളും ഒക്കെ അവിടെ വന്നുകൂടും. ഇടക്കിടക്ക് ഇങ്ങനെ തീവണ്ടി പോണമാതിരി ചേരാട്ടിയൊക്കെ ആണ് ചുമരുമ്പോ കൂടെ ഇങ്ങനെ പോകണം. ഇത് മുന്നിൽ കൊണ്ടിട്ടിട്ടാണ്. വേറെ ചില ആളുകൾ ആ സ്ഥലത്ത് 2 ലോഡ് മണലിറക്കും. ഒന്നുമില്ലെങ്കിൽ മണൽ കൊണ്ടിടും. എന്നാലും എന്ത് ചെയ്യും? രാത്രിയും പകലും ഒക്കെ പൂച്ച വന്നിട്ട് ഓൽക്കല്ല സുഖം, കുറച്ച് മാന്തിയാ മതി. അല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് പോയി മാന്താൻ ബുദ്ധിമുട്ടാണ്, ഇത് ലേശം മാന്തിയിട്ടാണ് മൂടിയിട്ട് പോവാം. ആ വീടിന്റെ കോലായിലിരിക്കുമ്പം പൂച്ചയുടെ കാഷ്ടവും മൂത്രവും മണക്കാതെ ഇരിക്കാൻ കഴിയൂല. ഒന്നുകൂടി പുരോഗമിച്ച ആളുകളാണെങ്കിൽ അവരെ വീട്ടിൽ 2 പശുക്കൾ ഉണ്ടാവും, ഒരാടും ഉണ്ടാവും. അതിന് എവിടെയാണ് പാർക്ക് ചെയ്യിപ്പിക്കുക? ഈ കാർ പോർച്ചിലാണ്. ഇവരിത് പറയണ്ടല്ലോ, രാത്രി ആയാൽ ഇവരിങ്ങനെ ചായ പാരും പുട്ടുചൂടും, ഇത് തന്നെ പരിപാടി. ആ വീട്ടിൽ സ്ഥിരം താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വാസന ഉണ്ടാവില്ല. കാരണം എന്താ? അവരെന്നും മണത്തിട്ട് മാർക്കറ്റിൽ ജോലിയുള്ള മാതിരിയായിപ്പോയിന്. അവർക്ക് മീൻ മണക്കൂല. പുറത്തുനിന്ന് വരുന്നവനാ മൂക്ക് കുത്തുക. ഇതേ രീതിയിൽ ആ വീട്ടുകാർക്ക് ഇത് അലോസരം ഉണ്ടാക്കൂല. ഒരതിഥി വരുമ്പോഴാണ് എന്താ ഇവിടെ നാറുന്നത്, ഇവിടെ എന്താ വൃത്തിയില്ലാത്തത്, അവര് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ വീടിന്റെ മുൻവശത്ത് ആല പോലുള്ളത് കെട്ടിയോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തോ മലിനപ്പെടുത്തരുത്. നമ്മുടെ കുടുംബത്തിന്റെ മനസ്സും അവരുടെ നിലവാരവും സ്വഭാവവും ഒക്കെ വായിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരടയാളമാണ് വീടിന്റെ മുൻഭാഗം. ഇതുപോലെ വീടിന്റെ മുൻഭാഗത്ത് വേറെ ചില ആളുകൾ യാതൊരു ശ്രദ്ധയുമില്ലാതെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മുന്നിൽ തന്നെ കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും അയല് കെട്ടും വീടിന്റെ മുന്നിൽ. എന്നിട്ട് അതിന്മേൽ എല്ലാ സാധനവും തൂക്കിയിടും. ആ വീട്ടിലേക്ക് കയറി വരുന്നവന്റെ മുഖത്ത് തട്ടുന്നത് ഈ ഫത്തുഹും കസൂറും ലൊമ്മൊക്കെയാണ്. പല സ്ത്രീകളും അറിയാതെ ചെയ്തു പോവുകയാണ്. പക്ഷേ ഇത് പാടില്ല. അത് വീടിന്റെ മറ്റേ ഭാഗത്തേക്ക് പോട്ടെ. മുൻവശത്ത് ഇതുപോലുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകരുത്. പിന്നെയോ വീടിന്റെ മുൻഭാഗം അവിടെ സാധ്യമാകുമെങ്കിൽ 1-2 തണൽ മരങ്ങളെ നമ്മൾ കുഴിച്ചിടണം. ഉപകാരത്തിന് പറ്റുന്ന രീതിയിലുള്ളതായാൽ നല്ലതാണ്. എന്നാൽ തണൽ മരങ്ങളിൽ തന്നെ ഇന്ന് ധാരാളം അപകടകാരികളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്നത്തെ കാട്ടുബദാം. ഇപ്പം വ്യാപകമായിട്ട് നമ്മൾ ഇവിടുന്ന് ഇറക്കുമതി ചെയ്ത മരമാണ്. ഇതൊരു 10-20 കൊല്ലം മുമ്പ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും അതായി. അതിന് ചില പ്രത്യേക സമയത്ത് നന്നായി പുശു നിറയും. എന്നിട്ട് അതിങ്ങനെ കയറുമ്മൽ ഇറങ്ങിയിട്ട് തൊള്ളയിലേക്കൊക്കെ വന്നു നോക്കും. ഇങ്ങനത്തെ മരം നമ്മൾ മുന്നിൽ വെക്കാതിരിക്കുക. പിന്നീട് ഉപയോഗത്തിനും പറ്റുന്ന ഉപകാരത്തിന് പറ്റുന്ന മരം നോക്കി വെക്കുക. അതുപോലെ ഉമ്മമാര് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട മറ്റൊരു കാര്യം,
വീടിന്റെ മുൻവശത്ത് നല്ല അടുക്കും ചിട്ടയോടും കൂടെ നല്ല പൂക്കളുണ്ടാകുന്ന സുഗന്ധം നൽകുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ആ വീട്ടിൽ നല്ല സമാധാനമുണ്ടാകും, നല്ല ആരോഗ്യമുണ്ടാകും, നല്ല ഓക്സിജൻ ലഭിക്കും. അവിടുത്തെ കുട്ടികൾക്ക് പൂക്കളെ പോലെയുള്ള സൽസ്വഭാവം ഉണ്ടാകും. എത്ര പുലിക്കോടൻ സ്വഭാവമുള്ള ഭർത്താവാണെങ്കിലും ഈ പൂക്കളെ കണ്ടാൽ അവന്റെയും മനസ്സിന് അലിവുണ്ടാകും. അങ്ങനെ നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടി വൃത്തിയോടുകൂടെ ഉമ്മമാര് വെച്ച് പിടിപ്പിക്കണം. അതിന് കുറച്ചൊരു കലാബോധത്തോടുകൂടെ വെക്കണം. ചില ആളുകൾ ചെടി വെക്കും, അത് കാടായി മാറും. അങ്ങനെ ആവരുത്. അത് കുഴിച്ചിട്ട് കണ്ടാൽ തന്നെ അതൊരു മനഃപൂർവ്വം വെച്ചാന്ന് തോന്നണം. ആ പെണ്ണിന്റെ കരവിരുതും കഴിവും ഒക്കെ അവിടെ നിന്നാണ് ആളുകൾ വായിച്ചെടുക്കുക. അങ്ങനെ മുൻഭാഗത്ത് നല്ല സജ്ജീകരണം. ഇനി മുന്നിൽ നമ്മൾ ഗേറ്റ് ഉണ്ടാക്കുന്നു, നല്ലതാണ്. പ്രത്യേകിച്ച് റോഡിന്റെ വക്കത്ത് താമസിക്കുന്ന ആളുകൾ ഗേറ്റ് നിർമ്മിക്കണം. ഗേറ്റ് നിർമ്മിക്കുമ്പോൾ 2 ഗേറ്റ് ഉണ്ടാക്കാൻ മറക്കരുത്. ഒന്ന്, സാധാരണ നമുക്ക് വാഹനം കയറ്റാനും നമ്മൾ മാത്രം വീട്ടിലുണ്ടാകുന്ന സമയത്ത് കയറാനും ഇറങ്ങാനും ഒക്കെ വേണ്ടി മുൻഭാഗത്ത് തന്നെ ഒരു ഗേറ്റ് വേണം. പിന്നെ മറ്റൊരു ഗേറ്റ് എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പം, പരിപാടികൾ ഉണ്ടാകുമ്പം സ്ത്രീകൾക്ക് പ്രത്യേകമായി കയറാൻ ഉപയോഗിക്കാനുള്ള ഒരു ഗേറ്റ് വേണം. പല സ്ഥലത്തും കല്യാണത്തിന് പോയാൽ കയറാൻ തോന്നാത്ത സ്ഥിതി ഉണ്ടാകാറുണ്ട്. കാരണം എന്താ? ആകെ ഉള്ളത് ഈ നീറായിന്റെ വായ പോലെയാണ്. തിന്നാനും അത് പുറത്തു വിടാനും ഒക്കെ ഒരു റൂട്ടാന്ന് പറഞ്ഞ മാതിരി ആണും പെണ്ണും പോവാനും വരാനും ഒക്കെ ഒരു വഴി. എന്നിട്ട് അവിടെ ഇടകലർന്ന് ഹറാമായ കല്യാണമായി മാറുന്ന ഒരവസ്ഥ വ്യാപകമാണ്. അതില്ലാതെ 2 ഗേറ്റ് വെക്കുക. ഒന്ന്, ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകൾ കൂടി വരുമ്പം അവർക്ക് കയറാനുള്ള ഒരു റൂട്ട്. മറ്റൊന്ന്, സാധാരണ ഉപയോഗിക്കുന്ന ഗേറ്റ്. ഇതാണ് വീടിന്റെ മുൻഭാഗത്തിന്റെ ചെറിയൊരു ചിത്രം. അത് കഴിഞ്ഞാൽ നമ്മൾ വീടിന്റെ മുൻവശത്തേക്ക് കയറുന്നു. ആ കയറുന്നിടത്ത് വളരെ ശ്രദ്ധിക്കണം. അവിടെ ഉള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ പോലും നമ്മെ വിലയിരുത്താൻ കാരണമാകും. വീടിന്റെ മുൻവശത്ത് കോലായിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ സ്വീകരണ മുറി, ഇവിടെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന ഇരിപ്പിടവും സൗകര്യങ്ങളും എപ്പോഴും നല്ല വൃത്തിയുള്ളതും നല്ല ചിട്ടയൊത്ത രീതിയിൽ തന്നെ സ്ഥാപിച്ചതുമായിരിക്കണം. പല വീട്ടിൽ നമ്മൾ കയറി വയ്ക്കുക, സ്ഥിതി എന്താ? സംഗതി നല്ല യാതി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഭർത്താവ് വാങ്ങിക്കൊടുത്തത്. എന്നാൽ ഒരൊറ്റ ഒന്നുണ്ടോ ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റി ഉണ്ടാവില്ല. ചിലതിങ്ങനെ കാല് മേലെ ഉണ്ടാവും, മറിഞ്ഞു കിടക്കുന്നുണ്ടാവും, വേറെ തിരിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കുട്ടികളുള്ള വീടല്ലേ ഉസ്താദ് എന്ന് ചോദിക്കും. കുട്ടികളുള്ള വീട്ടിൽ ഇതൊക്കെ ക്രമീകരിക്കലാണ് പെണ്ണിന്റെ ഡ്യൂട്ടി. കുട്ടികൾ മറിച്ചിടും, അപ്പം നിങ്ങൾ നിർത്തി വെക്കണം. ഈ കുട്ടികളെ കൊണ്ട് തന്നെ നിർത്തി വെപ്പിക്കുകയും വേണം. അതൊക്കെ ശ്രദ്ധിക്കണം. ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഇതാകെ അലങ്കോലപ്പെട്ട് എന്തോ സമരം കഴിഞ്ഞ ഓഫീസ് റൂം പോലെ ആവാൻ പാടില്ല. അത് വളരെ ചിട്ടയോടുകൂടെ തന്നെ വെക്കുക. പിന്നെ പലതൊന്ന് കാണാം. ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ മേലെ തന്നെ ഉണ്ടാവും. പുറത്ത് തയ്യാറാക്കിയ ഇരിപ്പിടത്തിന്റെ മേലെയാണ് കുട്ടികളുടെ പുസ്തകങ്ങൾ ഉള്ളത്, അടുക്കളയിലെ കത്തിയുള്ളത്, പാവാടയുള്ളത്, എല്ലാ സാധനവും ഉള്ളത് എവിടെയാ? പുറത്തിരിക്കുന്നിടത്ത്. കുട്ടികൾ മൂത്രമൊഴിച്ച് വെച്ചത് അങ്ങനെ തന്നെ രാവിലെ വെച്ചതാണ്, അതിന് വൈകുന്നേരമായാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ ആയാൽ നമ്മുടെ ആ വീടിനെ സംബന്ധിച്ചും വീട്ടുകാരെ സംബന്ധിച്ചും അവിടെ കയറി വരാൻ ഇടവന്ന ഒരാൾ എന്തു മനസ്സിലാക്കും? അതുകൊണ്ട് വളരെയധികം ചിട്ടയോടുകൂടെ വൃത്തിയോടുകൂടെ നമ്മൾ സൂക്ഷിക്കണം.